വെൽക്കം ബാക്ക് ടു മല്ലു ഫുട്ബോൾ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂറോപ്പ് ലീഗിനെ കുറിച്ചാണ്. അപ്പോൾ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ സ്പേഴ്സിൻ്റെയും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെയും മത്സരങ്ങൾ ഒരേ സമയത്താണ് ഇന്ന് നടന്നത്. അപ്പോൾ ഞാൻ പ്രധാനമായും സ്പേഴ്സിൻ്റെ മാച്ചാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. നമ്മൾ പതിവ് പോലെ AC അൽക്മറുമായിട്ട് പരാജയപ്പെട്ടപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് റിയൽ സോഷ്യദാദിനെ 1-1 സമനില പിടിക്കുകയും ചെയ്തു. ഇലോൺ മസ്കിനെ ആർക്കെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം പുള്ളി റോക്കറ്റ് വിടുമ്പോൾ അതിൽ കുറച്ച് ആൾക്കാരെ കയറ്റി വിടാനുണ്ട് എന്നൊന്ന് അറിയിക്കണം. കാരണം ഇവന്മാരാരും ഫുട്ബോൾ കളിച്ചിട്ട് നന്നാവുമെന്ന് യാതൊരു പ്രതീക്ഷയും കാണുന്നില്ല. ഇപ്പം കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് സ്ക്വാഡ് ഭയങ്കര വീക്കാണ്, നമ്മളെ ഇഞ്ചുറി കാരണം ഒരാളെ കിട്ടാനില്ല, നമുക്ക് ഫിക്സ്ചർ കൺജഷനാണ്, ഒരു വീക്കിൽ 2 മത്സരങ്ങൾ കളിക്കേണ്ട സിറ്റുവേഷൻ ഉണ്ട്. കഴിഞ്ഞ 8 ദിവസമായിട്ട് ഈ സീസണിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാച്ചിന് വേണ്ടിയിട്ട് സ്പേഴ്സ് പ്രിപ്പയർ ചെയ്യുകയാണ്. അതിൻ്റെ ഔട്ട്പുട്ടാണ് ഇന്ന് നമ്മൾ AC അൽക്മറുമായിട്ട് കണ്ടതെന്ന് പറയേണ്ടി വരും. പത്തറ്റിക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും വേർഡ് കണ്ടുപിടിക്കേണ്ടി വരും. കാരണം ഇന്ന് 7 ചാൻസുകൾ നമ്മൾ ഹോൾ മാച്ചിൽ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് മാത്രമേ സ്പേഴ്സിൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ളൂ. 62% പൊസിഷൻ സ്പേഴ്സിൻ്റെ സൈഡിലുണ്ടായിരുന്നു. പക്ഷേ ഇത് വെച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് വസ്തുത. ഇവിടെ നമ്മൾ AC അൽക്മറിന് ക്രെഡിറ്റ് കൊടുത്തേ മതിയാവൂ. അവർ 12ഓളം ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു. കുറച്ചുകൂടി ക്ലിനിക്കൽ ആയിരുന്നെങ്കിൽ ഒരു 2 ഗോളൊക്കെ ഈസി ആയിട്ട് സ്കോർ ചെയ്യേണ്ട ചാൻസുകൾ അവർ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ വികാരിയോ ഉണ്ടായിരുന്നില്ലെങ്കിൽ ചിലപ്പോൾ ആ ഗോളുകൾ പോസ്റ്റിലേക്ക് എത്താനും ചാൻസ് ഉണ്ടായിരുന്നു. പിന്നത്തെ മാച്ചിലേക്ക് വരുമ്പോൾ 3-4 കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഒന്ന്, നമ്മുടെ ഒഫെൻസീവ് സെറ്റപ്പാണ്. വളരെ വളരെ പ്രതീക്ഷയോടെ ബയൺ നമ്മൾ മത്തീസ് ടെല്ലിനെ കൊണ്ടുവന്നു. പുള്ളിയുടെ ഹൈപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.5 ഹൈപ്പായിരുന്നു. നെക്സ്റ്റ് ഹാരി കെയ്ൻ ആണ്. പുള്ളി ഇവിടെ വന്നിട്ട് ഒരുപാട് ഗോളുകൾ അടിക്കാൻ പോകുന്നു. പുള്ളിക്ക് വേണ്ടി 2-3 ക്ലബ്ബുകൾ തമ്മിൽ അടിപിടി. പക്ഷെ കഴിഞ്ഞൊരു 5 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ടെല്ലിൻ്റെ സൈഡിൽ നിന്ന് വരുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുതാപരമായിട്ടുള്ള കാര്യം. ഏർലി സ്റ്റേജസ് ആണ്, EPL അഡാപ്റ്റ് ചെയ്യാൻ സമയമെടുക്കും, പുള്ളിക്ക് ഇനിയും സമയം കൊടുക്കണം, അതൊക്കെ ഞാൻ അഗ്രി ചെയ്യുന്നു. എന്നിരുന്നാലും ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള സ്ട്രൈക്കർ ഇൻസ്റ്റിങ്സും ഷോട്ടുകളൊന്നും ടെല്ലിൻ്റെ സൈഡിൽ നിന്ന് കാണാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ഒരു ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. പുള്ളി ഇന്ന് റൈറ്റ് വിങ്ങിലൂടെ മിഡ്ഫീൽഡിൽ നിന്ന് 2 പ്രാവശ്യം ഡ്രിബിൾ ചെയ്യാൻ ശ്രമിച്ചു. ഒരു ബേസിക് 1-on-1 ചാൻസ് ആണ്, ആ 2 ബോളും കയ്യിൽ നിന്ന് പോയി. വർക്ക് റേറ്റ് ഉണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ വർക്ക് റേറ്റ് കൊണ്ട് മാത്രം ഒരു ടീമിൽ പിടിച്ചു വെക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം. ഇപ്പം മറ്റ് 2 പ്ലേയേഴ്സിൻ്റെ കാര്യം ഇവിടെ എടുത്തു പറയുന്നുണ്ട്. ഇവിടെ ജോൺസൺ റൈറ്റ് വിങ്ങിലായാലും സൺ ലെഫ്റ്റ് വിങ്ങിലായാലും ഇന്നൊന്നും ചെയ്തില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ആകെ ഒരു ചാൻസ് മാത്രമേ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. എന്നാൽ കിട്ടിയ ഓപ്പർച്യൂണിറ്റി ഭാഗ്യം കൊണ്ട് കൺവേർട്ട് ചെയ്ത AC അൽക്മറയാണ് നമ്മളിന്ന് കണ്ടത്. അവരുടെ സൈഡിൽ നിന്ന് ഒരു ഓൺ ഗോളാണ് അവർക്ക് അഡ്വാൻറ്റേജ് ആയിട്ടുള്ളത്. ഇവിടെ ബർഗ്വാള് ഒരു ഷോട്ട് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ പുള്ളി ഡയറക്റ്റായിട്ട് പന്ത് പോസ്റ്റിലേക്ക് അടിച്ചു കൊടുത്തു. ഡെഡ് സ്പെൻസ് ഇത് ക്ലിയർ ചെയ്യാനൊക്കെ നോക്കി, പക്ഷേ അത് പോസ്റ്റിലേക്ക് എത്തുകയായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ 1-0 ലീഡിലേക്ക് AC അൽക്മർ എത്തുകയാണ്. അപ്പം നമ്മൾ പ്രതീക്ഷിച്ചത് മിഡ്ഫീൽഡ് കുറച്ചുകൂടി ബോൾ കൺട്രോൾ ഉണ്ടാവും, ഫൈനൽ തേർഡിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി നല്ല രീതിയിൽ ഷോട്ട് ടാർഗറ്റിലേക്ക് എത്തിക്കും. പക്ഷേ സെക്കൻഡ് ഹാഫിലും ഇതൊന്നും കൊണ്ടുവരാൻ സ്പേഴ്സിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇവിടെ ഫൈനൽ തേർഡ് വരെ ബർഗ്വാൾ ആയാലും അല്ലെങ്കിൽ മിഡ്ഫീൽഡിൽ നിന്നായാലും ബോളുമായിട്ട് മുമ്പോട്ട് പോകും. വളരെ സ്ലോപ്പി ആയിട്ടുള്ളൊരു ടച്ച് എടുക്കും, അല്ലെങ്കിൽ അനാവശ്യമായിട്ട് ആ ബോൾ പുറത്തേക്ക് അടിച്ച് കളയുകയോ അല്ലെങ്കിൽ ഗോൾ കീപ്പറുടെ കയ്യിലേക്ക് അടിച്ചു കൊടുക്കുകയോ ചെയ്യും. ഇതാണ് ഇന്നത്തെ മത്സരത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ട്രോയ് പാരറ്റിന് ശരിക്കും പറഞ്ഞാൽ 2 കിടിലൻ ചാൻസുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. പുള്ളി കുറച്ചുകൂടി ക്ലിനിക്കലായിരുന്നെങ്കിൽ വികാരിയോനെ കബളിപ്പിച്ചുകൊണ്ട് അത് പോസ്റ്റിലേക്ക് എത്തിക്കാനുള്ള ഓപ്പർച്യൂണിറ്റികളായിരുന്നു. നമ്മൾ കഴിഞ്ഞ കുറേ മത്സരങ്ങളായിട്ടും പഠിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും. ഇതിൽ പോസ്റ്റോകോഗ്ലുവിനും ഒരു പങ്കുണ്ട്. കാരണം പുള്ളിയിലുള്ള കോൺഫിഡൻസ് എല്ലാ ഫാൻസിനും കുറഞ്ഞു വരികയാണ്. നമ്മൾ വലിയ ടീമിനെതിരെ തോൽക്കുന്നുണ്ട്, അതിൽ വലിയ അതിശയോക്തിയൊന്നുമില്ല. പക്ഷേ ഒരു മിനിമം പെർഫോമൻസ് പോലും ഇതുപോലുള്ള നോക്കൗട്ട് സ്റ്റേജിൽ കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ അത് ഉറപ്പായിട്ടും കോച്ചിൻ്റെ ടാക്ടിക്കിനെ ചോദ്യം ചെയ്യേണ്ടി വരും എന്നുള്ള സിറ്റുവേഷനാണ്. പിന്നീട് സബ്സ്റ്റിറ്റ്യൂഷൻ വന്നു. അപ്പോൾ ഒരുപാട് കാലത്തെ ഇഞ്ചുറിക്ക് ശേഷമാണ് സൊളാങ്കി ലാസ്റ്റ് 10 മിനിറ്റ് കളിക്കാനായിട്ട് സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ എത്തിയിട്ടുള്ളത്.
പുള്ളി പോസ്റ്റിലേക്ക് വന്നിട്ടുള്ള ഒരു ക്രോസ് ഹെഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ ഹിപ്പിന് ഇഞ്ചുറി വന്ന് പുറത്തേക്ക് പോയി. അപ്പോൾ കണ്ടിട്ടൊരു മേജർ ഇഞ്ചുറി ആയിട്ടാണ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ പുള്ളി സീസൺ ഔട്ടായി എന്ന് പറയേണ്ടി വരും. ഇതെന്താണ് ഫിസിയോ ഒക്കെ ചെയ്യുന്നതെന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ നിലനിൽക്കുകയാണ്. അപ്പോൾ എ സി അൽക്മറെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. അടുത്ത ലെഗ് നടക്കാൻ പോകുന്നത് സ്പേഴ്സിന്റെ ഹോം ഗ്രൗണ്ടിലാണ്. ഈ 1-0 ലീഡ് മറികടക്കാൻ സ്പേഴ്സിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ സീസൺ കഴിഞ്ഞു എന്ന് തന്നെ പറയാം. നൗ പ്രഷർ ഈസ് ഓൺ സ്പേഴ്സ് സൈഡ്. എത്ര കിട്ടിയാലും ഇവന്മാർ പഠിക്കുന്നില്ല. ഒരു നല്ല പെർഫോമൻസിനായിട്ട് ഇനിയും കാത്തിരിക്കേണ്ട ഒരു സിറ്റുവേഷനാണ് നമ്മൾ കാണുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.